അപ്പോൾ ഇതാണ് നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള ട്രേ. ഇതിലേക്ക് ആ ബട്ടർ ഇട്ട കവറൊന്ന് ഇതൊക്കെ കൊടുക്കൊണ്ടിരിക്കാം. എന്നിട്ട് നമുക്കിത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഈ രീതിയിലാണ് വെച്ചിരിക്കുന്നത്. മഞ്ഞക്കരു എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ മുട്ട വെച്ചിരിക്കുന്നത് ചെറുതായിട്ടൊന്ന് ഇതിലേക്ക് കോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് തിളക്കം കിട്ടാനാണ്. അപ്പോൾ ബ്രഷൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രഷ് എടുക്കുക. അപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനൊരു പഴയ അലുമിനിയം ചട്ടി ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിനകത്ത് ഇതുപോലെ റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കാണ് നമ്മളിത് ഇറക്കി വെക്കേണ്ടത്. സൂക്ഷിച്ച് വേണം വെക്കാനായിട്ട്. ഇതുപോലെ വെച്ചെടുക്കുക. ബേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ചുറ്റും കുറച്ച് ഗ്യാപ്പ് വേണം കേട്ടോ. നമുക്ക് അടച്ചു വെക്കാം. ഇതിൻ്റെ ചൂട് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടി ഞാനൊരു ഇരുമ്പ് തവ എടുക്കുന്നുണ്ട്. നല്ല ചൂടായ ഇരുമ്പ് തവയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ചൂടും കൂടെ നമ്മുടെ പപ്സിന് കിട്ടും. ഇനി തീ ഒന്ന് കുറച്ച് വെക്കാം. ലോ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ബേക്ക് ചെയ്യാനായിട്ട്.